ഇപ്പോൾ നമ്മൾ പുൽക്ക വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പോണ വഴി ഒരു ഡാം ഉണ്ട്, ബർഷേനി ഡാമാണിത്. ഇവിടുത്തെ വെള്ളത്തിന് നല്ല പച്ചയും നീലയും കൂടി മിക്സ് ആയ കളറാട്ടോ, നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സീൻ കണ്ടു കേട്ടോ. നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്, അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. ഇനി അങ്ങോട്ടേക്ക് പോകും തോറും നമുക്ക് ഇതേപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. ഈ കഴുതയും കുതിരയും കൂടി മിക്സ് ആയ ഒരു സാധനമാണത്. മ്യൂൾ എന്നാണ് പറയുക, നമ്മുടെ മലയാളത്തിൽ കോവർ കഴുതാന്ന് എന്താണ് പറയുക. ഇവർ ഈ മൃഗങ്ങളെ കൊണ്ടാട്ടോ പണിയെടുപ്പിക്കണത്. ഇപ്പോൾ സിമെൻറ്റ് ചുമക്കാനാണെങ്കിലും കട്ടയും കല്ലൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കിട്ടിയിട്ടാണ് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യണത്. ഇപ്പം നമ്മൾ പണ്ട് ഈ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ, മറ്റേ കഴുതേൻ്റെ പുറത്തൊക്കെ ഓരോന്ന് വെച്ച് കൊണ്ടുപോകണതൊക്കെ. അതേപോലത്തെ കറക്റ്റ് സീനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റണത്. നല്ല അനുസരണശീലമുള്ള മൃഗങ്ങൾ തന്നെയാട്ടോ. ഇവരെ യജമാനൻ ഡിസിലടിക്കുന്നതിനനുസരിച്ച് ഇവർ ലൈനായി നടന്ന് പണികളെടുത്തോളും. വില്ലേജ് എത്തിയപ്പോൾ പിന്നെ നമ്മൾ സ്കൂട്ടർ സൈഡാക്കിയിട്ട് നമ്മൾ പിന്നെ നടക്കാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ നടന്ന് നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോണ വഴിയിലൊക്കെ ഉണങ്ങിയ ആപ്പിൾ മരങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇലകളൊന്നും ഉണ്ടായില്ല, പക്ഷേ അതിൽ ആപ്പിളുകൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇത്രയും കൂടി ഉള്ളിലോട്ട് പോയി തുടങ്ങിയപ്പോൾ ആപ്പിളുകൾ ഇങ്ങനെ ഞാണ്ടെടുക്കുന്നുണ്ട് കേട്ടോ മരത്തുമ്പോൾ. അപ്പോഴേക്ക് നമ്മളൊരു വടിയൊക്കെ സെറ്റ് ആക്കിയിട്ട് ആപ്പിളുകൾ ഇങ്ങനെ തോണ്ടിടാൻ തുടങ്ങിട്ടോ. അപ്പോൾ നല്ല ആപ്പിളുകളൊക്കെ പറിച്ച് നമ്മൾ ബാഗിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ പോണ വഴിയൊക്കെ ഈ ആപ്പിൾ കഴിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നുണ്ടായിരുന്നത്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോകാന്നുള്ള തീരുമാനത്തിലായിട്ടോ. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. ഒരു 5:30 ആകുമ്പോഴേക്കും സൂര്യൻ മങ്ങിത്തുടങ്ങും. ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഇരുട്ടും. അപ്പോൾ നമുക്ക് ഇനി തോഷിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നൈറ്റ് സ്റ്റേ എടുത്തിരിക്കുന്നതും തോഷിൽ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ എനർജി കഫേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി ആയപ്പോഴേക്കും നല്ല തണുപ്പായി. അങ്ങനെ നമ്മൾ രാത്രി പുറത്തുനിന്ന് നല്ല ചൂട് തുപ്പിക്കൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കുട്ട്ല ട്രെക്കിംഗ് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.